പ്രവാചകൻ ആളെ വിളിപ്പിച്ചു. നബി തങ്ങളെ വിളിച്ചപ്പോൾ ആയിരിക്കാൻ പറ്റൂല. അദ്ദേഹം ആലയിൽ നിന്ന് ഇറങ്ങി നേരെ മുത്തുനബിയുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വിഷയത്തിലല്ല, ഇത് ഖുർആനിക വചനം. ചില ആളുകൾ ശബ്ദം ഉയർത്തിയെങ്കിലും നിന്റെ വിഷയത്തിലല്ല ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്, നീ പേടിക്കേണ്ടതില്ല. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പുറത്തു നൽകുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്, പേടിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആനിക വചനം പറഞ്ഞു. അപ്പോഴാണ് ആശ്വാസമായത്. അൽഹംദുലില്ലാഹ്. കാരണം ഇല്ലെങ്കിൽ എന്താ, അമലെല്ലാം പൊളിഞ്ഞു പോകും. ഇത് ഇന്നും ഉമ്മത്തിന് ബാധകമാണോ? ബാധകമാണെന്നാണ് അയിമ്മത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ. നമ്മൾ ഇന്നും മുത്തുനബിയുടെ ചാരത്തെത്തിയാൽ എന്ത് വേണം? വളരെ സൈലന്റ് ആയിരിക്കണം, വളരെ സൈലന്റ് ആയിരിക്കും, കാമൻ കൊയ്ത്തായിട്ടായിരിക്കണം. ചിലർ അവിടുന്ന് ഭയങ്കര ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, ഭയങ്കര സംഭവമാണ്. ചിലർ മൊബൈലും പിടിച്ച്, അത് അവിടെ നിരോധനമല്ല, ഇതിങ്ങനെ പിടിച്ചു പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും. പക്ഷെ ആളുകൾ ചിലപ്പോൾ തടഞ്ഞോണമൊന്നുമില്ല, പക്ഷെ ചെയ്യുന്നത് വളരെ മോശമാണ്. നബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു. മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് റൗദയിൽ കൂടെ ഇങ്ങനെ നടക്കുക, എന്നിട്ട് ഇവനെ വെച്ചെത്തിയിട്ട് പറയാ, ഈ കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവനെ കൊച്ചാപ്പല്ലേ, ഇങ്ങനെ പറഞ്ഞു കിടക്കുക. ഈ കിടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എല്ലാവരും കണ്ടോണേ, ഇതാണ് റൗദ, അതാണിത്. ഇവനെ വെച്ചിട്ടുകൊണ്ട് നടക്കുക പള്ളിക്കകത്തൂടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം. വലിയ അദബുകേടാണ്, വളരെ വലിയ ഗുരുത്തക്കേടാണ്, ജീവിതത്തിൽ വലിയ നാശമുണ്ടാക്കും. മുത്തുനബിയുടെ മുന്നിൽ വളരെ സൗമ്യതയോടുകൂടി നിലകൊള്ളണം. എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് നബി മുഹമ്മദ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വളരെ നല്ല റാഹത്തായി നിന്നിട്ട് വേണം നമ്മൾ പോകാൻ. ഒരു മോശമായ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും മുത്തുനബിക്ക്. ആ വിരിപ്പോ നബിയുടെ ഭാര്യയാണ് ആര്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. നബിതങ്ങൾ പോകുമ്പോൾ ആ വിരിപ്പ് ഞാനിങ്ങെടുക്കും. നബിക്ക് നല്ല വിയർപ്പുള്ള വ്യക്തിയാണ്. ഈന്തപ്പന ഓലകൾ മേഞ്ഞതാകുന്ന വീട്ടിൽ ഒരു ഫാനും ഇല്ലാതെ കിടന്നാൽ പിന്നെ അങ്ങനെ വിയർക്കാതിരിക്കും. വിയർപ്പ് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്റെ ലക്ഷണവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും. ഹദീസാണ് ഇതൊക്കെ, ഹദീസ്. നമുക്ക് കെട്ടുകഥ പറയല്ല, ഹദീസാണ്. ഇല്ലെങ്കിൽ ഉസ്താദുമാരുണ്ടല്ലോ എന്റെ ഹൽക്കിന് പിടിക്കാൻ പറ്റിയ ആലിമീങ്ങളോട് ഉണ്ട്, അതിനെ കള്ളം പറയുന്നു. കള്ളം പറഞ്ഞ് വിൽക്കേണ്ട കാര്യമില്ലല്ലോ, ദീൻ പറയാൻ. ശരിക്കും ശ്രദ്ധിച്ചോ, ഞാൻ ഈ വിരിപ്പിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിഴിയും. ആര് പറയാൻ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ. എന്നിട്ടത് കുപ്പിയിലാക്കും. നല്ല നല്ല സുദിനങ്ങൾ വരുമ്പോ എന്റെ മക്കൾക്ക് ഞാനിത് തേച്ചു കൊടുക്കും. നല്ല കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. എന്ത് വിയർപ്പ് പറയുന്നത്. നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സ് ഇന്ന് എടുത്തുകൊണ്ട് വെക്കണം. അടച്ചവനെ ബോധം പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. റബീഉൽ അവ്വൽ കഴിഞ്ഞ് ചോറൊക്കെ തീർന്നു കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാനിത് എന്തിനാ പറഞ്ഞത്? നമ്മളും മുത്തുനബിയായിട്ടുള്ള അന്തരം പറഞ്ഞുതരാൻ. റസൂലുള്ളാഹി ഒരു സാധാരണ വ്യക്തിത്വമല്ല, മനസ്സിലാക്കണം. ഹദീസാണ്. നബി തങ്ങളുടെ സ്വന്തം ഭാര്യ ചെയ്യുന്ന പരിപാടിയാണ്. നബിക്ക് വരുമ്പോ പ്രത്യേക ഒരു വിരിപ്പ് വിരിക്കും. അപ്പൊ ആ വിരിപ്പ് ഒരു തോർത്തുമുണ്ട് പോലെയാണെന്ന് മനസ്സിലാക്കണം. കാരണം അതിനാ നല്ലതുപോലെ വിയർപ്പ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിക്ക് നബി എഴുന്നേറ്റ് പോകുമ്പോ അത് ഞാൻ പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അതാണ് സൂക്ഷിച്ചു വെക്കുക, സ്ഥിരമായി ചെയ്യും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഹദീസാണ്.